ഈ നവ എന്നുള്ളതിന് 9 എന്നാണ് അർത്ഥം. അത് കൂടാതെ നവമാക്കി തീർക്കാം നമ്മളുടെ ജീവിതത്തിനെ പുതിയതാക്കി മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും അറിയാം, പാർവതിയാണ്, പർവ്വതത്തിന്റെ മക്കളായിട്ടുള്ള പാർവതിയാണ് ഒന്നാമത്തെ പരാശക്തിയുടെ ഭാവം. സതി അനുഷ്ഠാനത്തിന്റെ ആദ്യത്തെ പ്രതീകമായിരിക്കണം ഈ ദക്ഷപ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള സതി അനുഷ്ഠിച്ചത്. നവരാത്രി ടീച്ചറെ നമസ്തേ, ബാക്ക് ജോഷിലേക്ക് സ്വാഗതം. നവരാത്രിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം. നവരാത്രിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മതിയാവും. ഹൈന്ദവ സംസ്കാര പ്രകാരം എന്താ പറയുക, വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഒരു എന്താ പറയുക വളരെ പ്രശസ്തമായ സമ്മേളനമാണ് നവരാത്രി. ഈ 9 രാത്രികളുടെ വിശേഷണം അല്ലെങ്കിൽ ദുർഗാസങ്കല്പം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ അതിൽ കിടക്കുന്നില്ല. എന്താണ് നവരാത്രി അല്ലെങ്കിൽ നവരാത്രി എങ്ങനെ ആചരിക്കാം എന്ന് പറയാം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നവരാത്രിയെ കുറിച്ചിട്ട് സംസാരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക എന്നൊക്കെ ഉള്ളത്. അത് പരാശക്തിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. വളരെ ഈശ്വരാധീനമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന സംഗതിയാണ്. അപ്പോ നവരാത്രി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 9 രാത്രികളിലും 10 പകലിലുമായിട്ട് ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്ന ആഘോഷം. ആ ഭാരതം, അതായത് ഭാരതം മുഴുവനും പല സമ്പ്രദായങ്ങളിലാണ് നവരാത്രി ആഘോഷം നടത്തുന്നത്. പിന്നെ ഈ 9 ദിവസവും പരാശക്തിയുടെ 9 ഭാവങ്ങളെ പ്രധാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആരാധന നടത്തുന്ന അങ്ങനെയുമുണ്ട് സമ്പ്രദായം. അപ്പോ അത് എനിക്ക് തോന്നുന്നത് ഈ 9 ഭാവങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ഭാവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതൊരു തപസ്സായിട്ട് ഈ 9 ദിവസവും 10ാമത്തെ പകലും ആ ഒരു നിഷ്ഠയോട് കൂടിയിട്ട് അതിനെ കൊണ്ടുപോവുകയാണ് എങ്കിൽ നവരാത്രി വ്രതാദികൾ ചെയ്ത് ഈ നവ എന്നുള്ളതിന് 9 എന്നാണ് അർത്ഥം. അത് കൂടാതെ നവമാക്കി തീർക്കാം നമ്മളുടെ ജീവിതത്തിനെ പുതിയതാക്കി മാറ്റാൻ സാധിക്കും. കാരണം ഒരു ദിവസമോ 2 ദിവസമോ അല്ലല്ലോ, 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അനുഷ്ഠാനമാണ്. കൃത്യമായിട്ടുള്ള ജീവിതചര്യകളെ ഒരു പുനഃക്രമീകരണം എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെയുള്ള ആ ജീവിതഗതിയുടെ അതിലെന്തെങ്കിലും കുറവുകൾ, പോരായ്മകൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പോരാ, ഇനി കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് മാറ്റണം, ഒന്ന് പുതുക്കണം ലൈഫിനെ എന്ന് തോന്നുകയാണെങ്കിൽ ഇതാ വളരെ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നവരാത്രി അടുത്ത കാലത്താണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ നവരാത്രി അനുഷ്ഠാനം അത് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തെ പുതുക്കി പണിയാൻ സാധിക്കും. അതിൽ തന്നെ ഈ 9 ദിവസത്തെ ദേവിയുടെ 9 ഭാവങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേരി, കുഷ്മാണ്ഡേരി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേരി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിത പ്രോക്ത. ഇങ്ങനെയാണ് 9 ദേവി ഭാവങ്ങളെ അല്ലെങ്കിൽ 9 മാതാക്കളെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോ ആദ്യത്തെ ദിവസം, നവരാത്രിയുടെ ആദ്യത്തെ ദിവസത്തിൽ നമ്മൾ പ്രഥമം ശൈലപുത്രിയായിട്ടാണ് ആരാധന സമ്പ്രദായം. എല്ലാവർക്കും അറിയാം, പാർവതിയാണ്, പർവ്വതത്തിന്റെ മക്കളായിട്ടുള്ള പാർവതിയാണ് ഒന്നാമത്തെ പരാശക്തിയുടെ ഭാവം. പാർവതി എന്ന് പറയുമ്പോൾ ദക്ഷപ്രജാപതിയുടെ മകളായിട്ട് സതിയായിട്ട് അവതരിച്ചിരിക്കുന്ന പരാശക്തി ശിവന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ശിവനെ പതിയായിട്ട് സ്വീകരിക്കുകയും പിന്നീട് എല്ലാ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദക്ഷയാഗത്തിൽ ക്ഷണം ഇല്ലാതെ പങ്കെടുക്കാൻ വേണ്ടി ചെന്നിട്ട് ഇതൊക്കെ കഥകൾ അറിയുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഗതി മാറിപ്പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ സ്ത്രീകള് എല്ലാ കാലഘട്ടത്തിലും അനുഭവിക്കേണ്ടി വരുന്ന ജീവിതത്തിന്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളെ കൂടി സൂചിപ്പിക്കുന്നതാണ്. കാരണം ദക്ഷപ്രജാപതി യാഗം നടത്തുകയും ശിവനെ ആരാധിക്കുന്നതും അതൊന്നും ദക്ഷപ്രജാപതിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ചും മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. കാരണം എല്ലാ അച്ഛനമ്മമാർക്കും ഒരു സങ്കല്പമുണ്ട്, തന്റെ മകളുടെ ഭർത്താവായി വരുന്നവന് ഇന്ന യോഗ്യതകളൊക്കെ വേണം. വിശേഷിച്ചും നമ്മുടെ നാട്ടിൽ ഭാരതത്തിന്റെ മുഴുവൻ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നയാള് അവസ്ഥ കൊണ്ട്, അതായത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അയാളുടെ കുടുംബപരമായിട്ടും ഒക്കെ
തങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഭർത്താവിനെ വേണമെന്നാണ് ആഗ്രഹിക്കുക. ദക്ഷ പ്രജാപതി നോക്കുമ്പോഴത്തേക്കും ശിവന് കൊട്ടാരമില്ല, സമ്പത്തില്ല, കയറിക്കിടക്കാൻ വീട് പോലുമില്ല. അപ്പോ അന്ന് മുതൽക്ക് ഈ ശിവനോട് വൈരാഗ്യമാവുകയും അതേസമയത്ത് മകൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യാൻ ആഗ്രഹിച്ചത് കിട്ടി, ശിവനെ ലഭിച്ചു. പക്ഷെ തന്റെ ഒന്നിനെ ആഗ്രഹിച്ചത് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും തനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിനെയും ത്യജിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ദക്ഷയാഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് ശിവൻ തടസ്സം പറയുന്നുണ്ട്. എല്ലാ ഭർത്താക്കന്മാരുടെയും പോലെ തന്നെ ശിവൻ തടസ്സം പറയുന്നുണ്ട്. എന്നെ വേണ്ട വിധത്തിൽ ക്ഷണിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല, എനിക്ക് വേണ്ടുന്നതായ മരുമകൻ എന്നുള്ള ആദരവുകളൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മകൾ എന്ന ആ പിതൃവാത്സല്യം എന്നിലുണ്ടാകും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് പ്രജാപതിയുടെ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ വെച്ചിട്ട് തന്റെ ഭർത്താവിനെ അപഹസിക്കുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതെ സതി അനുഷ്ഠിക്കുകയുമാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ സതി അനുഷ്ഠാനത്തിന്റെ നമ്മുടെ പിന്നീട് അതൊക്കെ നിരോധിച്ചുവെങ്കിലും സതി അനുഷ്ഠാനത്തിന്റെ ആദ്യത്തെ പ്രതീകമായിരിക്കണം ഈ ദക്ഷപ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള സതി അനുഷ്ഠിച്ചത്. കാളിദാസൻ അതിമനോഹരമായിട്ടൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് കേട്ടോ. സതീ യോഗ വിസൃഷ്ടദേഹ താം ജന്മനെ ശൈലവധൂം പ്രപേദേ എന്ന് പറയും. അതായത് അവിടെ നിന്ന് ഈ സതിയുടെ പുനരവതാരമായിട്ട് ശൈലവധുവിനെ പർവ്വതരാജന്റെ പത്നിയിലേക്ക് സന്നിവേശിച്ചു എന്നാണ് പറയുക. അങ്ങനെയാണ് ഹിമവാന്റെ പുത്രിയായിട്ട് ആദ്യത്തെ ശൈലപുത്രിയുടെ അവതാരം വരുന്നത്. ഈ ശൈലപുത്രി, ശൈലത്തിന്റെ മകൾ, പർവ്വതത്തിന് മകൾ ഉണ്ടാവോ എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം എല്ലാ പുരാണങ്ങൾ പറയുമ്പോഴും പ്രത്യേകിച്ചും ഭാഗവത പുരാണവും രാമായണവും ഭാഗവതവും ഒക്കെയാണ് നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം ഈ പരീക്ഷിത് രാജാവിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കഥകളാണ്. ഇതിന്റെ ഈ കഥകളുടെ പുറകെ ഒരു കാരണവശാലും നീ സഞ്ചരിക്കരുത്. കാരണം ഇതിന്റെ അകത്തെ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് കഥകൾ പറയുന്നത്. കഥ അങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കരുത്. എന്താണ് അതിന്റെ തത്വം, ഇതാണ് അറിയേണ്ടത്. അതിലേക്ക് എത്താനുള്ള എളുപ്പ മാർഗമാണ് കഥകൾ. അതുകൊണ്ട് കഥയാണ് സത്യമെന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എന്റെ ഭാവനാവിലാസമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ അപ്പൊ ഇവിടെ പർവ്വതരാജാവിന്റെ മകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിയുടെ എല്ലാ സ്വഭാവത്തോടും എല്ലാ ഗുണത്തോടും ചേർന്ന ഒരു സൃഷ്ടിയാണ് പെൺകുട്ടി എന്നതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് ഭൂമി എന്ന് പറയുന്നത് സത്യത്തില് ഒരു തമോ ഗുണപ്രധാനം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ഡിതന്മാരെ എതിർക്കണ്ട. കാരണം നമുക്കിവിടെ ഭൂമി, വെറുതെ ഇട്ട ഭൂമിയിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടതൊന്നും ലഭിച്ചു എന്ന് വരില്ല. കുറെ കാട് കയറി, കുറെ മുൾച്ചെടികൾ പടർന്ന്, കുറെ വൃക്ഷങ്ങൾ ഉണ്ടായി. ചിലപ്പോ പുഷ്പിക്കുന്നവയായിരിക്കാം, ചിലപ്പോ കായ്ക്കുന്നവയായിരിക്കും. നിർബന്ധമില്ല കായ കിട്ടുമെന്നോ പൂവ് കിട്ടുമെന്നോ എന്ന് നിർബന്ധമില്ല. മുൾച്ചെടികൾ ധാരാളം ഉണ്ടായി എന്നും വരാം. പക്ഷെ ആ ഭൂമിയെ നമ്മൾ ഉഴുത് മറിച്ച് അല്ലെങ്കിൽ കിളച്ച് അതിനകത്ത് വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് എന്താണോ അതിൽ ആവശ്യം, ഫലങ്ങളാണെങ്കിൽ അങ്ങനെ, പൂക്കളാണെങ്കിൽ അങ്ങനെ, അതല്ല വെറുതെ ഭംഗിയുള്ള ചെടികളാണെങ്കിൽ അങ്ങനെ, എന്താണോ നമുക്ക് ആവശ്യം. ഇനി ഇതൊന്നുമല്ല, ധാരാളം ജലമാണ് വേണ്ടത്, ജലസ്രോതസ്സുകളെയാണ് വേണ്ടത്, അതല്ല നമുക്ക് പർവ്വതങ്ങളാണ് വേണ്ടത്, എന്താണോ വേണ്ടത് ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ മാറ്റം ഉണ്ടാക്കുന്നയാളാണ് ആളുകളാണ് സൂര്യചന്ദ്രന്മാര്. അപ്പൊ ഭൂമിയും സൂര്യനും ചന്ദ്രനും ചേരുന്ന ഈ ഒരു ത്രയങ്ങളുടെ ഒരു സമ്മേളനമായിരിക്കും നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ ഉത്സവങ്ങളും. അതല്ലാതെ വർഷത്തിൽ ഇന്ന ദിവസം നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ചു വെക്കുന്നതല്ല. ഈ ത്രയം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇവയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധം നമ്മളുടെ എല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ നവരാത്രി ആഘോഷത്തിനും. അപ്പൊ ആദ്യത്തെ പരാശക്തിയുടെ രൂപം എന്ന് പറയുന്നത്, അവതാരം എന്ന് പറയുന്നത് ശൈലപുത്രിയായിട്ടുള്ള പാർവതി, പർവ്വതത്തിന്റെ മകൾ പാർവതി, ശൈലത്തിന്റെ മകൾ ശൈലപുത്രി, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ശൈലപുത്രിയാണ് ആദ്യത്തെ ദിവസം ആരാധിക്കുന്നത്. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എങ്കിലും ഒന്നൊരു ഓർമ്മപ്പെടുത്തലുകളിൽ കൂടി മാത്രമാണ് നമ്മൾ പോകുന്നത്. സ്ത്രീയെ എന്നാൽ അത് വളരെ നിഷ്കളങ്കയുമാണ്. അവൾക്കറിയില്ല ഇതിന്റെ ശക്തികളെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ ശിവനെ വിവാഹം കഴിച്ചിട്ട്
ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്നോ ഒന്നും ആ കുട്ടിക്കറിയില്ല. പെൺകുട്ടിയെ സംബന്ധിച്ച്, കന്യകയെ സംബന്ധിച്ച് ഇതൊന്നും അവൾക്ക് അറിയില്ല. വളരെ നിഷ്കളങ്കയായിട്ടുള്ള. പിന്നീട് വളർന്നു വരുമ്പോഴാണ് മഹാദേവനെ വിവാഹം കഴിക്കും, മഹാദേവന്റെ പത്നിയാവാൻ വേണ്ടി ജന്മം കൊണ്ടവളാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നതും ആ ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുന്നതും. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.